പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2022 ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ അവരുടെ അവസാന 6th സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞു. ഇനി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2024-25 അധ്യയന വർഷത്തിലെ അവസാന വർഷം ഡിഗ്രി ചെയ്ത വിദ്യാർത്ഥികളുടെ അവസാന സെമസ്റ്റർ പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ്. ഇനി 6th സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഒന്ന്, നിങ്ങളുടെ അവസാന സെമസ്റ്റർ റിസൾട്ട്. അവസാന സെമസ്റ്ററിന്റെ 6th സെമസ്റ്ററിന്റെ വാല്യുവേഷൻ ക്യാമ്പ് നടക്കുന്നത് ഏപ്രിൽ 28 മുതലാണ്. അതുകൊണ്ട് തന്നെ മെയ് 15 മുന്നോടിയായിട്ടുള്ള ഏത് ദിവസങ്ങളിലും നമ്മുടെ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. മെയ് 15 വരെയൊക്കെയാണ് അതിന് ടൈം കിട്ടുള്ളൂ. ഏപ്രിൽ 28 തുടങ്ങി മെയ് ഫസ്റ്റ് വീക്കിൽ അതിന്റെ വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. മെയ് 15 റിസൾട്ട് വരാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ചില വിദ്യാർത്ഥികൾക്ക് പെൻഡിങ് എക്സാം ഉണ്ടാവും. ചില പേപ്പറുകൾ ഫെയിൽഡ് ആയ വിദ്യാർത്ഥികളുണ്ടാവും. അവർക്ക് പെൻഡിങ് എക്സാം ഉണ്ടാവും. അത് അതാത് സമയങ്ങളിൽ നടക്കുമ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുക എന്നുള്ളതാണ് അതിന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി വരാനുള്ള പെൻഡിങ് എക്സാം എന്ന് പറയുന്നത് 4th സെമസ്റ്ററിന്റെ സപ്ലിമെന്ററി പരീക്ഷയാണ്. പിന്നെ സെക്കൻഡ് വീണ്ടും സപ്ലി ഉള്ളവർക്ക് അവരുടെ എക്സാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരാനുള്ള സപ്ലി 5th ആണ്. അത് കഴിഞ്ഞതിന് ശേഷം 3rd, 1st, പിന്നെ 6th, വീണ്ടും 4th, 2 അങ്ങനെ ആ ഓർഡറിലാണ് വരാൻ ഉള്ളത് പെൻഡിങ് എക്സാം. പിന്നെ നിങ്ങൾ പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അത് കോളേജിൽ നിന്നാണ് ലഭിക്കുക. കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും. ഈ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ലഭിക്കണമെങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് എല്ലാ സെമസ്റ്ററിലെ എല്ലാ വിഷയവും പാസ്സായ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ലഭിക്കുക. അത് നിങ്ങൾ എവിടെയാണോ ഡിഗ്രി പരീക്ഷ എഴുതിയത് ആ കോളേജിൽ നിന്നാണ് ഈ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ലഭിക്കുക. ഈ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷന് പോകാവുന്നതാണ്. ഓക്കെ, കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് PGക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം മുതൽ തുടക്കം കുറിച്ചിട്ടുള്ള ഗ്രാജുവേഷൻ സെറമണി. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരിട്ട് യൂണിവേഴ്സിറ്റിയിലെ VCO രജിസ്ട്രാറോ അടങ്ങുന്ന ടീം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ചടങ്ങാണ് ഗ്രാജുവേഷൻ സെറിമണി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയതാണ്. അത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് നിങ്ങളുമായി അതിന്റെ ഡീറ്റെയിൽസ് പങ്കുവെക്കും. അതിന് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വെക്കാം. ഗ്രാജുവേഷൻ സെറിമണിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എല്ലാ വിഷയവും പാസ്സാണ്. 2 there is no പെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും റിസൾട്ട് വരാനുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇനി ഏതെങ്കിലും റീവാലുവേഷന് കൊടുക്കാനോ അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റിന് കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്കും ഗ്രാജുവേഷൻ സെറിമണിക്ക് കൊടുക്കാൻ കഴിയില്ല. ഒരു പെൻഡിങ്ങും ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കായിരിക്കും ഗ്രാജുവേഷൻ സെറിമണിക്ക് കൊടുക്കാൻ സാധിക്കാം. അങ്ങനെ ഗ്രാജുവേഷൻ സെറിമണിയിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതിന് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് അതിൽ നേരിട്ട് തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അതിന് കഴിഞ്ഞ വർഷം 2000 രൂപയായിരുന്നു ഫീസ് ഉണ്ടായിരുന്നത്. ഇനി അങ്ങനെ ഗ്രാജുവേഷൻ സെറിമണിക്ക് അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. ആ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ലഭിക്കണം. പെൻഡിങ് റിസൾട്ട് ഉണ്ടാവാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക. അത് നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ മുഖേനയാണ് അപ്ലൈ ചെയ്യാറുള്ളത്. എല്ലാ വിവരങ്ങളും അതാത് സമയങ്ങളിൽ നിങ്ങളുമായി ഈ ചാനലിൽ പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.